മനുഷ്യൻ ഈ ലോകത്തിൽ ഉണ്ടായപ്പോൾ മുതലേ സ്ത്രീകളെ കൗതുക വസ്തുക്കളായിട്ടാണ് കാണുന്നത്. പുരുഷന്മാരുടെ ശരീരഘടന പോലെയല്ല സ്ത്രീകളുടെ ശരീരഘടന, അത് വളരെ വ്യത്യസ്തമാണ്. പുരുഷന്മാർക്ക് ആകർഷകമാകത്തക്ക നിലയിലാണ് സ്ത്രീകളുടെ ശരീരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. പുരുഷന്മാർക്ക് എത്ര കണ്ടാലും ആസ്വദിച്ചാലും മതിവരാത്ത രീതിയിലാണ് സ്ത്രീകളുടെ ശരീരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. പുരുഷന്മാരെ സ്ത്രീകളോട് ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരമാണ് ലൈംഗികത. ഈ ലൈംഗികതയെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് സ്ത്രീകളുടെ ശരീരത്തിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് വന്നിട്ടുള്ളത്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ഗോത്രങ്ങളിലും പല സംസ്കാരങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു. അപ്പോഴും സ്ത്രീ സൗന്ദര്യവും ശാലിന്യ സൗന്ദര്യവും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിനു വേണ്ടിയിട്ട് കൊല വരെ നടന്നിട്ടുണ്ട്, യുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട്. രാജാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാനുള്ള അനവധി കാരണങ്ങളൊരു കാരണം സ്ത്രീകളാണ്, ഈ സൗന്ദര്യമുള്ള സ്ത്രീകളാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ എന്ന കാരണത്താൽ എപ്പോഴും സ്ത്രീകളുടെ സൗന്ദര്യവും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും എപ്പോഴും ചർച്ചാ വിഷയമാണ് പുരുഷന്മാരെ സംബന്ധിച്ച്. അതിനുള്ള ഏറ്റവും വലിയ മണ്ഡലമാണ് ലൈംഗികത. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് നല്ല ശരീരഘടനയാണല്ലോ എന്ന കമൻറ്റും ലൈംഗിക അതിക്രമം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും അത് അതിരുവിട്ട് വർണ്ണിക്കുന്നതും ലൈംഗിക അതിക്രമമാണെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിലും സീരിയലിലൊക്കെ അതല്ലേ നടക്കുന്നത്? പല പാട്ടുകൾ, പല സീനുകളൊക്കെ സ്ത്രീകൾക്ക് വെറുപ്പ് ഉളവാക്കുന്ന രീതിയിലാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. പല പാട്ടുകളിനകത്ത് ലൈംഗിക ചുവയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പാട്ടുകൾ രചിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ മലയാള സിനിമയ്ക്കകത്ത്, സീരിയലിനകത്തൊക്കെ ഉണ്ട്. പല നോവലിനകത്തുണ്ട്, സോഷ്യൽ മീഡിയയ്ക്കകത്തുണ്ട്. സ്ത്രീകളെ വർണ്ണിക്കാത്തത് എവിടെയാണ്? സ്ത്രീകളുടെ ശരീരം നല്ലതാണെന്ന് പറയാത്തത് എവിടെയാണ്? മിക്കവാറും എല്ലായിടത്തും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ലൈംഗിക അതിക്രമമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ സിനിമയിൽ കാണിക്കുന്നതെല്ലാം നിർത്തണം. കാരണം സിനിമയിൽ ബലാത്സംഗം, പീഡനമടക്കം അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്ത്രീകളെ കളിയാക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തെറിപ്പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും സ്ത്രീകളുടെ ശരീരഭാഗങ്ങളെ കളിയാക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ പ്രകീർത്തിച്ചാലും ശരി, അത് കളിയാക്കിയാലും ശരി, അത് ലൈംഗിക അതിക്രമമാണ് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. അത് പുതിയൊരു ആശയമാണ്. അത് പക്ഷേ എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ളത് കണ്ടറിയണം.